ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫെമിസ്. അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വെറൈറ്റി കളക്ഷൻസ് ആണ്. അതിൽ 3 പീസ് ആണെങ്കിലും കോഡ് സെറ്റ് ആണെങ്കിലും ടോപ്സിലാണെങ്കിൽ വരെ വെറൈറ്റികളുടെ കളക്ഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ അഡ്രസ്സ് എപ്പോഴും സെൻഡ് ചെയ്യുന്ന നേരത്ത് പ്രോപ്പർ ആയിട്ടുള്ള അഡ്രസ്സ് സെൻഡ് ചെയ്യണം കേട്ടോ. അഡ്രസ്സ് കറക്റ്റ് അല്ലെങ്കിൽ ഇത് അൺസഫീഷ്യന്റ് അഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞ് റിട്ടേൺ ഒക്കെ വരാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ നേരത്തെ ഡിലേ ആവാനും ചാൻസ് ഉണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെ വരാൻ നേരത്തെ അധികം ലാഗ് അടിപ്പിക്കാനുള്ള ഓൺലൈൻ ഓർഡേഴ്സിന് അറിയില്ല. വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലിൽ സ്ക്രീൻഷോട്ട് അയക്കാൻ ഡീറ്റെയിൽ ചോദിക്കുക, ഓർഡർ തരാം. അപ്പോൾ ഓർഡർ ചെയ്യുന്നത് എല്ലാ പ്രോഡക്റ്റിനെ പറ്റി മെറ്റീരിയൽ അടക്കം കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ബുക്ക് റെസ്പോൺസിബിൾ. പിന്നെ അറിയാലോ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കണം കൂടി അമർത്താൻ മറക്കണ്ട കേട്ടോ. ബെല്ലൈക്കൺ അമർത്തിയാൽ മാത്രമാണ് പുതിയ പുതിയ വീഡിയോസിന്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഐറ്റം തന്നെ നല്ല ഗ്രാൻഡ് ആയിട്ടും പിന്നെ നല്ല യൂണിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ലെങ്ത് കുറഞ്ഞിട്ട് ലൂസ് ആയിട്ടുള്ള ഒരു പാൻ ടൈപ്പിലാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ചാർട്ടിലാണ് വന്നിട്ടുള്ളത്. സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ, ഫാബ്രിക്. പിന്നെ ഇതിന്റെ വർക്ക് നോക്കി നോക്കിയാണ്ട ചെറിയൊരു ഹൈനെക്ക് പോലെ തന്നെ അണ്ട സ്റ്റാർട്ടിങ് തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഗ്രാൻഡ് ലുക്ക് ആയിട്ടുള്ള വർക്കാണ്. അതിന്റെ ബാക്ക് സൈഡും ആ ഒരു വർക്ക് പാറ്റേൺ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു ടൈപ്പിൽ തന്നെ ഉണ്ട്. പിന്നെ സ്ലീവ് വരാൻ നേരത്തെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ലൊരു യൂണിക് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെ പറയട്ടെ. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ്. പിന്നെ ഫ്രണ്ട് പോർഷനിലാണെങ്കിലും ആ ഒരു വർക്ക് കണ്ടിന്യൂഷൻ നല്ല വൃത്തിയായിട്ട് തന്നെ ആ ഒരു പ്രൊഡക്റ്റിന്റെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ സൈസ് എക്സൽ ആണ്. ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഏകദേശം ഒരു 39 ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത് വന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് അതിന്റെ പാന്റ് കാണാൻ നേരത്ത് മനസ്സിലാവട്ടെ. കാരണം എന്ന് വെച്ചാൽ നോർമൽ ലൂസ് അല്ല, ഏകദേശം ഒറ്റ നോട്ടത്തിൽ കണ്ടതിന് ഒരു സ്കേർട്ടിന്റെ ഒക്കെ ഒരു ലുക്ക് തോന്നിക്കുന്ന ടൈപ്പ് അത്രയും നല്ല വൈഡ് ആയിട്ടുള്ള പാൻസ് ആണ് അതിൽ വന്നിട്ടുള്ളത്. പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്ത് നോക്കിക്കേണ്ട, സോറി ഇതാണ് സൈഡ് വേണ്ട. ഷോൾ വരാൻ നേരത്ത് വേണ്ട നല്ലൊരു പ്രീമിയം സ്റ്റാൻഡേർഡ് കട്ടിലുള്ള ഒരു വർക്ക് പാറ്റേണിലാണ് പ്രൊഡക്റ്റിൽ പോയിട്ടുള്ളത്. ചെറിയ ചെറിയ ത്രെഡ് വർക്ക് കംപ്ലീറ്റ് പോയിട്ടുള്ള ഒരു ടൈപ്പ് തന്നെയാണ്. അപ്പൊ പാൻസ് ഞാനിങ്ങനെ മാറ്റി വെച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻസിൽ കംപ്ലീറ്റ് ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു വർക്ക് പാറ്റേണിലാണ് പ്രൊഡക്റ്റ്. പാനിലെ വർക്ക് നോക്കി നോക്കിയാൽ നിങ്ങൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് വർക്കാണ്. പാന്റിന്റെ ആ ഒരു വൈഡ് തന്നെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല വീതി ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. ഒറ്റ നോട്ടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്കേർട്ട് ഇട്ട അതേ ഫീല് പ്രൊഡക്റ്റിന് ഉണ്ടാവും. പിന്നെ ഡ്രസ്സ് ഒരൊറ്റ ഒഴുക്കനെ ഇട്ട ഒരു ലുക്ക് തന്നെ ഉണ്ടാവും കേട്ടോ. കണ്ട ആ പാൻസിന്റെ നോക്കി നോക്കി ആ ഒരു വൈഡ് നോക്കി നോക്കി കണ്ടു കഴിഞ്ഞാൽ ഒരൊറ്റ നോട്ടത്തിൽ ആ ഒരു സ്കേർട്ട് ഇട്ട അതേ ഫീൽ തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ അപ് ടു ഡൗൺ കംപ്ലീറ്റ് ആ ഒരു വർക്ക് തന്നെയാണ്. ബാക്കിലേക്ക് വേറെ വർക്ക് കാര്യങ്ങളൊന്നുമില്ല. ഒരു പാനൽ കട്ട് വൈഡ് പാൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് ആണെങ്കിൽ വന്നിട്ടുള്ളത് 1995 കേട്ടോ. ഇതൊക്കെ ഏകദേശം പുറമെ വരുന്ന നേരത്തെ 2500 3000 ഒക്കെ ആ ഒരു പ്രൈസ് റേഞ്ച് തന്നെ. നല്ല ഹെവി കൺസെപ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ 3 പീസ് സെറ്റ് ആണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് സോൾഡ് ഔട്ട് ചെയ്യാനായിട്ട്. കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല ഡെപ്ത് ഉള്ള കളർ ചാർട്ടാണ്. പിന്നെ സ്റ്റാർ ജോർജറ്റ് ആയതുകൊണ്ടിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രീമിയം ടച്ച് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും കേട്ടോ. സ്ലീവിന്റെ ഭംഗിയൊക്കെ നോക്കി നോക്കിയാണ്ട് നല്ലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആ ഒരു യൂണിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ ഈ ഒരു പാറ്റേൺ ഒക്കെ എങ്ങനെ വന്നാലും നമ്മുടെ നിന്ന് എടുക്കണ കസ്റ്റമേഴ്സ് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നിന്ന് എടുക്കുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒരു യൂണിക് ആയിട്ട് ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ ഒരു ടൈപ്പ് തന്നെ ആയിരിക്കും എന്നാണ് ഒരുവിധം കസ്റ്റമേഴ്സ് പറയണ്ടത്. കാരണം എന്ന് വെച്ചാൽ ചില പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റ് എന്തെങ്കിലും ഫംഗ്ഷന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ സെയിം പാറ്റേണിൽ തന്നെ കുറേ പേരുടെ തന്നെ കാണാം. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാൻ നേരത്ത് അവരുടെ ആ ഒരു പ്രൊഡക്റ്റ് നല്ല യൂണിക്കായിട്ട് നിൽക്കുകയും ചെയ്യേണ്ട. പിന്നെ ഒരുപാട് അവരുടെ റിലേറ്റീവ്സ് ആണെങ്കിലും ഡ്രസ്സൊക്കെ വെയർ ചെയ്ത് കാണാൻ നേരത്തൊക്കെ ചോദിക്കും എവിടെ നിന്നാണ് പ്രൊഡക്റ്റ് എടുക്കണം എന്നുള്ളത്. ഞാനിത് എൻ്റെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി പറയണല്ല, ഇത് നമ്മുടെ അടുത്ത് കോമൺ ആയിട്ട് കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുള്ള റിവ്യൂ ആണ് നമ്മുടെ അടുത്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യണം കേട്ടോ. അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുത്തതെന്ന് ധൈര്യമായിട്ട് തന്നെ പറയണം കേട്ടോ. അപ്പൊ ഇതിലാണെങ്കിൽ ആകെ 3 കളേഴ്സിൽ മാത്രമാണ് നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അടുത്ത പ്രോഡക്റ്റ് നോക്കിക്കേ, ക്രഞ്ചി മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. ഇപ്പൊ പുതിയൊരു ഫാബ്രിക് വന്നിട്ടുള്ള അതിന്റെ പേരാണ് ഞാൻ പറഞ്ഞത്, ക്രഞ്ചി ഫാബ്രിക് ആയിട്ടുള്ളത്. അതിനാണെങ്കിൽ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ചാർട്ടിലാണ് പ്രൊഡക്റ്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ സൈസ് ആണെങ്കിൽ പ്ലസ് സൈസ് ഉണ്ട്, 3XL ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസാണ്. തൊട്ട് താഴെയുള്ള XL ആയിരിക്കും യൂസ് ചെയ്യുക. ലെങ്ത് ഏകദേശം ഒരു 44 ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ളൊരു വർക്ക് പാറ്റേൺ ആണ്. അതായത് നിങ്ങൾക്ക് ഒരു വെഡിങ്ങിനൊക്കെ നല്ല ഹെവി ആയിട്ടൊക്കെ നല്ല സ്റ്റാൻഡേർഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് ടൈപ്പ് തന്നെയാണ്. പിന്നെ സ്ലീവ് ഒക്കെ വരാൻ നേരത്തെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെങ്ത്തിന്റെ ഇന്ത്യയിലേക്ക് ഒരു ബോർഡറൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് പോർഷനിൽ കംപ്ലീറ്റ് ആ ഒരു
ത്രെഡും സീക്വൻസും കൂടി ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് വർക്കും പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ്ങും അറ്റാച്ച് തന്നെയാണ്. പിന്നെ അതിന്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് പ്ലെയിൻ തന്നെയാണ്. പിന്നെ ആ ഒരു ക്രഷ് ടൈപ്പ് ഉണ്ട്, അതിനെ അങ്ങനെ ആയതുകൊണ്ടിട്ടായിരിക്കും അതിനെ ഒരു ക്രഞ്ചി മെറ്റീരിയൽ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തതായിട്ടുള്ള പാൻസ് തന്നെയാണ്. ഇതിലേക്ക് ഒരു ബോർഡർ വന്നിട്ടുണ്ട്, റൗണ്ട് ഇലാസ്റ്റിക് വിത്ത് ലൈനിങ് കൂടി അറ്റാച്ച്ഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്ത് നോക്കിക്കണ്ട, ഷോൾ വരാൻ നേരത്ത് നല്ല ഭംഗിയായിട്ടുള്ള ഷോൾ തന്നെയാണ്. ഭയങ്കര ബിഗ് സൈസ് എന്ന് പറയാനായിട്ടില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീതി നീളമായിട്ടുള്ളൊരു ഷോൾ തന്നെയാണ്. അതിൽ വൺ സൈഡ് ഇങ്ങനെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സ്കാൽപ്പ് ഫിനിഷിങ്ങിലാണ്, ഓവർ ആയിട്ടുള്ളൊരു വർക്ക് പാറ്റേൺ അല്ല ഷോൾ വന്നിട്ടുള്ളത്. നല്ല ഒതുക്കത്തിൽ നിൽക്കണം, ഓൾ ഓവർ ലുക്ക് നോക്കിയാൽ നല്ല ഭംഗിയായിട്ടുള്ള വർക്കിലും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. സൈസ് 3XL ഉണ്ട്. പിന്നെ നമ്മുടെ പ്രൈസ് ആണെങ്കിൽ 1795 ഉണ്ട്. അപ്പോൾ 1795 എനിക്ക് പറ്റാവുന്ന മാക്സിമം ഡിസ്കൗണ്ട് റേറ്റിലാണ് പ്രൊഡക്റ്റ് ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം കോസ്റ്റ് വന്ന ഫാബ്രിക്കും കൂടിയിട്ടാണ്. നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലാണ്. 3XL ആണെങ്കിൽ ഒരുപാട് ഇങ്ങനത്തെ വർക്ക് ടൈപ്പായിട്ടൊക്കെ ഇപ്പൊ കിട്ടല് വളരെയധികം കുറവ് തന്നെയാണ്. ഇപ്പൊ ഷോപ്പിൽ തന്നെയാണെങ്കിലും കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് ഏത് വർക്കായാലും കുഴപ്പമില്ല, സൈസ് 3XL ഉണ്ടായാൽ മതി എന്നുള്ള രീതിയിലാണ് കസ്റ്റമേഴ്സ് വന്നിട്ട്. ഷോളൊക്കെ നോക്കിയൊക്കെ നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ തന്നെയാണ്. ഇതിലാണെങ്കിൽ 3 കളേഴ്സ് ഉള്ളൂ, 4-5 കളേഴ്സ് ഉണ്ടായത് നമുക്ക് ഷോപ്പിൽ തന്നെ എടുത്തു പോയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കിയോ. ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്, ഓവർ സ്റ്റോക്ക്ഡ് അല്ല കേട്ടാ. നല്ല ഡെപ്ത് ഉള്ള കളർ ചാട്ടാണ്, നരച്ച കളേഴ്സ് പോലത്തെ കളേഴ്സ് ഒന്നുമില്ല കേട്ടാ. ഇപ്പൊ പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ തന്നെ പാറ്റേണിലാണെങ്കിൽ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സും ഉണ്ടാവും, അതേപോലെ തന്നെ നല്ല യൂണിക് ആയിട്ട് നിൽക്കുകയും ചെയ്യും വേണ്ട. അപ്പൊ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഷെസായിന്റെ ബ്രാൻഡിൽ നല്ല അടിപൊളി മൊഡാൽ സിൽക്കാണ് വന്നിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സും പ്രിന്റ് കോമ്പിനേഷനിലും ആണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഹൈലൈറ്റ് ആ ഒരു പ്രൊഡക്റ്റിന് ആ ഒരു ഷെസായിന്റെ ബ്രാൻഡ് ആയതുകൊണ്ടിട്ട് എന്തായാലും ഉണ്ടാവും. നോക്കി വെക്കേണ്ട, ഇതിലാണെങ്കിൽ സൈസ് ചാർട്ടാണ്, ഒരൊറ്റ കളറിൽ ഒരൊറ്റ പ്രിന്റിൽ സൈസ് ചാർട്ടിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രിന്റ് കൺസെപ്റ്റ് തന്നെയാണ്. അതിൽ യോക്കിൽ വരാൻ നേരത്ത് ത്രെഡും ഡ്രാഗൺ സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ്. വേറെ എക്സ്ട്രാ ബോർഡർ കാര്യങ്ങളൊന്നും ഇങ്ങനത്തെ വരില്ല. അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കീപ്പ് ചെയ്തിട്ടുള്ള ലെവലിൽ തന്നെ ആയിരിക്കും. പിന്നെ വിത്ത് ലൈനിങ്ങും പ്രൊഡക്റ്റിന് അറ്റാച്ച്ഡ് തന്നെ ആയിരിക്കും. പിന്നെ സൈസ് ആണെങ്കിൽ വന്നിട്ടുള്ള XL, XXL, 3XL അങ്ങനെ 3 സൈസിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ലെങ്ത് ഏകദേശം ഒരു 46 ഇഞ്ചും ലെങ്ത് പ്രൊഡക്റ്റിന് വന്നിട്ടുണ്ട്. പിന്നെ എൻഡിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പ്രിന്റ് കണ്ടിന്യൂഷൻ വിത്ത് ചെറിയൊരു ഗോൾഡൻ ടച്ച് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്സും കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ്. ബാക്കിലേക്ക് ആ ഒരു പ്രിന്റ് കണ്ടിന്യൂഷൻ ആണ് പ്രൊഡക്റ്റിന്റെ വന്നിട്ടുള്ളത്. പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്ത് നോക്കിക്കണ്ട, പാൻസ് അതിനോട് മാച്ചിങ് ആയിട്ടുള്ളൊരു പ്രിന്റ് ലെവൽ തന്നെയാണ്. ഇതിപ്പോ 3XL ആണ് ഞാൻ കാണിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീതി ആയിട്ടുള്ളൊരു പാൻസ് ലെവലിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നത് അധികം ആംഗിൾ ടച്ച് ആയിട്ടുള്ള പാൻറ് തന്നെയാണ് തോന്നുന്നത്, റൗണ്ട് ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു പാറ്റേണിൽ. പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്തെ ഒരു മോഡൽ സിൽക്ക് ഫാബ്രിക് തന്നെയാണ്. നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീതി നീളമായിട്ടുള്ള ഷോൾ തന്നെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ട തന്നെ പറയാം. ഷോളിന്റെ സൈസ് നോക്കിക്കേ, കുഴപ്പമില്ലാത്തൊരു വീതി നീളമായിട്ടുള്ള ഷോൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക്. ഒരൊറ്റ പ്രിന്റിൽ 3 സൈസാണ്, XL, XXL, 3XL കേട്ടോ. അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ വന്നിട്ടുള്ളത് 1695 കേട്ടോ. അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ വന്നിട്ടുള്ളത് 1595. അപ്പൊ 1595 നല്ലൊരു മൊഡാൽ സിൽക്ക് ഫാബ്രിക്കിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു യൂണിക് ടോപ്പ് എന്ന് തന്നെ പറയാം. അപ്പൊ ഇതിന്റെ വേറൊരു എക്സ്ട്രാ ഒരു പ്രിന്റ് ചെറിയൊരു വർക്കാണെങ്കിൽ അതിലും ആ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ബി നെക്കാണ് വന്നിട്ടുള്ളത്, അതിൽ തന്നെ സ്വീക്വൻസ് വർക്ക് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. വേറെ പാറ്റേണും കാര്യങ്ങളൊക്കെ മെറ്റീരിയലൊക്കെ ഓൾമോസ്റ്റ് സെയിമിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ റീസ്റ്റോക്ക് വന്നതിൽ ബാലൻസിന് ഇതിലേക്ക് ജസ്റ്റ് ആഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ആവശ്യമുള്ളവർക്ക് എടുക്കാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരുപാട് പേര് ഈ ഒരു യെല്ലോ ഷെയ്ഡ് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് എൻക്വയറി വന്നിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയൊക്കെ നോക്കിയാൽ നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ദുപ്പട്ട എന്ന് തന്നെ പറയാം. ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്കും. സെയിം പ്രൈസ് തന്നെ 1595 വന്നിട്ടുള്ളത്. വെഡിങ്ങിൽ ഹാൻഡ് വർക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. അതായത് ഓവർ വർക്ക് ഉണ്ടാവില്ല, ഹാൻഡ് വർക്ക് വിത്ത് സ്റ്റോൺ വർക്ക് ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ്. ഒരു ആവറേജ് ഒരു റേറ്റിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു 3 പീസ് വെഡിങ് വെയർ സെറ്റ് എന്ന് തന്നെ പറയാം. മെറ്റീരിയൽ സ്റ്റാർ ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിന്റെ വർക്ക് നോക്കി വെക്കേണ്ട, ഫ്രണ്ട് പോർഷനിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലെവലിൽ തന്നെയാണ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ആ ഒരു ഹാൻഡ് വർക്കും ആ ഒരു സ്റ്റോൺ വർക്കും കൂടിയായിട്ടുള്ള ഫില്ലിംഗ് അപ് ടു ഡൗൺ വരെ പോയിട്ടുണ്ട്. പിന്നെ സ്ലീവിലേക്ക് വരാൻ നേരത്തെ
എൻഡിലേക്ക് ആ ഒരു ഹാൻഡ് വർക്ക് ഫില്ലിംഗ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ്. എൻഡിലേക്ക് ആ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ബോർഡർ ടൈപ്പിൽ തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിന്റെ സൈസ് ആണെങ്കിൽ ഡബിൾ എക്സൽ ഉണ്ട്. ലെങ്ത് ഏകദേശം ഒരു 47 ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹൈറ്റ് ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് ടോപ്പ് എന്ന് തന്നെ പറയാം. പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്ത് വേറെ എക്സ്ട്രാ ബോർഡർ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് ഹാൻഡ് വർക്ക് വരാൻ നേരത്ത് ഹാൻഡ് വർക്കൊക്കെ ഒരുവിധം പുറമേ നിന്ന് എടുക്കണവർക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇതിൽ പാൻസിൽ അങ്ങനെ ബോർഡർ വരില്ലെന്ന്. റൗണ്ട് ഇലാസ്റ്റിക്കിലാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്ത് കണ്ട ഇപ്പോഴത്തെ ഹാൻഡ് വർക്ക് ലെവലിൽ ടച്ചിൽ വന്നിട്ടുള്ള ഒരു ടൈപ്പിൽ തന്നെയാണ് ഷോളും വന്നിട്ടുള്ളത്. കണ്ട നല്ല മൈന്യൂട്ടായിട്ടുള്ള ലെവലിലുള്ള ഷോളാണ്. അത്യാവശ്യം നല്ല വീതി നീളമായിട്ടുള്ള ഷോൾ തന്നെയാണ്. നല്ല ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് ആണെങ്കിൽ 1495 1495 നല്ല അടിപൊളിയായിട്ട് തന്നെയാണ്. കളേഴ്സ് ആണെങ്കിൽ എല്ലാ കളേഴ്സും നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ്. നല്ല ഡെപ്ത് ആയിട്ടുള്ള കളർ ചാർട്ടിൽ തന്നെയാണ് പ്രൊഡക്റ്റ് നമ്മുടെ അടുത്ത് ഉള്ളത് കേട്ടോ. ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കിയോ. ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ജെന്യൂൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് മാത്രം ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കട്ടെ. അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നമുക്ക് ഒരുപാട് ഡെഡ് പീസിലേക്ക് പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യണേൽ, അതായത് വീഡിയോ ചെയ്യണേൽ യാതൊരു ഉപകാരം ഇല്ലാണ്ടായി പോകട്ടെ. അത് കാരണം കൊണ്ടിട്ടാണ് എല്ലാ വീഡിയോസിലും നമ്മൾ എടുത്തെടുത്ത് പറയണത് ജെന്യൂൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് മാത്രം. കണ്ട എൻ്റെ പാൻറ്, പിന്നെ എൻ്റെ ഷോളും അതായത് ഷോളിന്റെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ലേസ് ടച്ച് തന്നെയാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് വർക്കിൽ എത്ര റേഞ്ച് കൂടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിലും ഒന്നല്ലെങ്കിൽ ഇങ്ങനത്തെ ലേസ് അല്ലെങ്കിൽ ഈ ഒരു ലേസ് കൊടുത്തിട്ട് അതിൽ വിത്ത് സ്റ്റോൺ ആയിട്ട് കംപ്ലീറ്റ് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്ന ടൈപ്പിലാണ് ഒരുവിധം ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. ഹാൻഡ് വർക്കിൽ ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ് വരാറുള്ളതും. പാൻസിലും അങ്ങനെ ബോർഡർ ടൈപ്പ് ഉണ്ടാവില്ല. ഷോളില് ഒരുപാട് ഹെവി വർക്ക് ടച്ചിലായിട്ടുള്ള ഷോളൊന്നും ആയിരിക്കില്ല അതിൽ തന്നെ. കളേഴ്സും നല്ല ഇന്ത്യയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിട്ട് തന്നെയാണ്. 1495 ഉള്ളൂ കേട്ടോ. നോർമൽ കോഡ് സെറ്റ് കണ്ട് മടുത്തവർക്ക് ഒരു വെറൈറ്റി എന്തായാലും വേണമല്ലോ. അപ്പൊ അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള കോഡ് സെറ്റ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 7 കളറോളം വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഫാബ്രിക് ആണെങ്കിൽ CY ഫാബ്രിക് ആണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കിയല്ല. എങ്കിൽ ഡബിൾ എക്സൽ ആണ്. ഇങ്ങനെ ഒരു ചൈനീസ് കോളറിലായത് കൊണ്ടിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ലെവലിലാണ് വന്നിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു ടോപ്പാണ്. ഏകദേശം ഒരു 44 ഇഞ്ചും ടോപ്പിന്റെ ലെങ്ത് വന്നിട്ടുണ്ട്. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ലീവ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അതായത് അബായന്റെ ഒക്കെ ഒരു സ്ലീവ് ഒക്കെ കണ്ടിട്ടില്ല, അതേപോലത്തെ നല്ലൊരു അടിപൊളി ലേസിലാണ് ഇതിന്റെ സ്ലീവിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെങ്ത് ആണ്. ഏകദേശം ഫുൾ ലെങ്ത് അല്ല, അതിന് താഴെയായിട്ട് നിൽക്കും. പിന്നെ എൻഡിലേക്ക് ഇങ്ങനെ ഇലാസ്റ്റിക് ടൈപ്പ് ആയിട്ടാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. വേറെ കട്ടിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ടിലാണെങ്കിൽ 1-2 ബട്ടൺ ഓപ്പൺ ചെയ്യാം, ബാക്കിയെല്ലാം സ്റ്റിച്ചഡ് ആണ്. പിന്നെ സൈഡിലേക്ക് വരാൻ നേരത്ത് ചെറിയൊരു സൈഡ് കട്ട് വന്നിട്ടുണ്ട്. പിന്നെ വേറെ എക്സ്ട്രാ ലൈനിങ് ഒന്നും വന്നില്ല. അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. CY ഫാബ്രിക് ആണ്. അപ്പൊ അത്യാവശ്യം ലൈഫ് കിട്ടുകയും ചെയ്യും കേട്ടോ പ്രൊഡക്റ്റിന്. പിന്നെ അതിന്റെ പാൻസ് ആണെങ്കിൽ വരാൻ നേരത്ത് നോക്കിയൊക്കെ റൗണ്ട് ഇലാസ്റ്റിക്കിൽ അത്യാവശ്യം നല്ല ലൂസ് ടൈപ്പ് ആയിട്ടുള്ള പാൻറ്റാണ്. അത്യാവശ്യം നല്ലൊരു മോഡൽ ടച്ച് ലുക്കുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഒരു വെഡിങ്ങിനൊക്കെ സുഖമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോഡ് സെറ്റ് ടൈപ്പ് തന്നെയാണ്. അപ്പൊ ഇതിന്റെ സ്പെഷ്യൽ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന റേറ്റ് 1195 ഉള്ളൂ. അപ്പൊ 1195 നല്ലൊരു പ്രീമിയം ഫാബ്രിക്കിലും നല്ലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു യൂണിക് ആയിട്ടുള്ള ഒരു ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. ഓവർ സ്റ്റോക്ക്ഡ് അല്ല വേണ്ട. എൻ്റെ സ്ലീവിന്റെ ഭംഗിയൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയായിട്ടുള്ള സ്ലീവ് തന്നെയാണ്. അപ്പൊ നോർമലി നിങ്ങൾ കോഡ് സെറ്റ് ഇടണവരാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ ധൈര്യമായിട്ട് എടുത്തോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ സ്റ്റോക്ക്ഡ് അല്ല. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ തീർന്നു കഴിഞ്ഞ് ഇങ്ങനെ റീസ്റ്റോക്ക് കിട്ടണമെങ്കിൽ തന്നെ കിട്ടിയെന്ന് തന്നെ പറയാം കേട്ടോ. തന്നെ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ മുന്നിൽ കൊണ്ടുതന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്യാം. ചില കളേഴ്സിലൊന്നും ഓവർ സ്റ്റോക്ക്ഡ് അല്ല. ചിലയിലേക്ക് സിംഗിൾ കളേഴ്സ് തന്നെ മാത്രം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഡബിൾ എക്സൽ ആയിരിക്കും മാത്രമല്ല, തൊട്ട് താഴെയുള്ള എക്സൽ ആയിരിക്കും എടുത്താലും യാതൊരു കുഴപ്പമുണ്ടാവില്ല. ഷോൾഡറൊക്കെ ഓൾമോസ്റ്റ് ഈവൺ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പൊ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കും കൂടിയിട്ടാണ്. ആരും മിസ് ചെയ്യേണ്ട ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ. ഇപ്പൊ ഡബിൾ എക്സൽ ആയിരിക്കും ലോങ് ഗൗണില് ഡെനിം വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല KG കൂടിയിട്ടുള്ള ഡെനിമാണ്. നല്ല ഒറിജിനൽ ഇമ്പോർട്ടഡ് ഡെനിമിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ള. ഫ്രണ്ട് ബട്ടൺ ആണെങ്കിൽ ഫുൾ ഓപ്പൺ ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പൊ ഡെനിമിൽ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് എൻക്വയറി ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ്. അപ്പൊ ഷർട്ട് ടൈപ്പ് ബട്ടൺ പോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഫ്രണ്ടിലാണെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പ് കട്ട് പോലത്തെ ലെവലില് നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ബോട്ടം വന്നിട്ടുള്ളത്. നല്ല സ്റ്റൈലിഷ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഒരു ജീൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു
അടിപൊളി ഡെനിം ടോപ്പ് തന്നെയാണ്. ആ ഫ്രണ്ടിൽ കണ്ട സെയിം കട്ടിങ് ബാക്കിൽ വന്നിട്ടുണ്ട്. അപ്പൊ ടോപ്പിന്റെ ലെങ്ത് ആണെങ്കിൽ 53 ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട്. സൈസ് XXL ആണ്. അപ്പൊ അത്യാവശ്യം ആരോഗ്യമുള്ളവർ ഈ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്താൽ മതി. എന്താണെന്ന് വെച്ചാൽ ഒറിജിനൽ ഡെനിം ആയതുകൊണ്ടിട്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ആ ഒരു ഫാബ്രിക്കിന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ കളേഴ്സ് ആണെങ്കിൽ നല്ല നല്ല കളേഴ്സും വന്നിട്ടുണ്ട്. പ്രൈസ് ആണെങ്കിൽ 1195 ഉള്ളൂട്ടോ. നല്ലൊരു ഇമ്പോർട്ടഡ് മോഡസ്റ്റ് വെയർ ഡെനിമിലാണ് ലോങ് ഗൗണിൽ നമുക്ക് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളൂ. അപ്പൊ എല്ലാ കളേഴ്സും നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള കളേഴ്സ് ആണ് പ്രൊഡക്റ്റിന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഫ്രണ്ടും ബാക്കൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കിയോ ലെങ്ത് ഒക്കെ ഈ ഒരു ലെങ്ത് റേഞ്ച് തന്നെ ഈ ഒരു പ്രൊഡക്റ്റിന് എനിക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ 4 കളേഴ്സിലാണ് നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കിയോ കേട്ടോ. ഇപ്പൊ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്, ഓവർ സ്റ്റോക്ക്ഡ് അല്ല കേട്ടോ പ്രൊഡക്റ്റ്. എല്ലാ കളേഴ്സും കോമൺ ആയിട്ട് ഡെനിമിൽ വന്ന കളർ ചാർട്ട് തന്നെയാണ് കേട്ടോ. ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ നല്ല അടിപൊളി അനാർക്കലി ടോപ്പാണ് വന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഒരു ഓഫീസ് വെയർ ആയിട്ടും യൂസ് ചെയ്യാം, കാഷ്വൽ വെയർ ആയിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചൈനീസ് നെക്കിൽ ഇങ്ങനെ ഒരു ഫ്രണ്ട് ബട്ടൺ ഓപ്പൺ ടൈപ്പിലായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. പിന്നെ നല്ല പ്യുവർ ആയിട്ടുള്ള KG കൂടിയിട്ടുള്ള റയോൺ ഫാബ്രിക്കിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൈപ്പ് സ്ലീവിലാണ്. നല്ല മെറ്റീരിയലാണ്. നിങ്ങൾക്ക് ഏത് ക്ലൈമറ്റിനും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടൈപ്പ് തന്നെയാണ്. അനാർക്കലി കട്ടിങ് ആയതുകൊണ്ടിട്ട് നല്ല ബോട്ടം ഫ്ലെയർഡ് ആയിട്ടുള്ള ഒരു പാനൽ കട്ട് ലെവലാണ് ബോട്ടം വന്നിട്ടുള്ളത്. സൈസ് XXL ഉണ്ട്. ലെങ്ത് ഒരു ടോപ്പ് ലെങ്ത് ആണ്, ഏകദേശം ഒരു 46 ഇഞ്ച് ലെങ്ത് ആണ് പ്രൊഡക്റ്റിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ പ്രൈസ് ആണെങ്കിൽ വെറും 795 ഉള്ളൂട്ടാ. അപ്പോൾ 795 നല്ലൊരു ഫാബ്രിക്കിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എടുക്കുകയും ചെയ്യട്ടാ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആണ്. നല്ല ഡാർക്ക് ആൻഡ് ഡെപ്ത് ആയിട്ടുള്ള കളർ ചാർട്ടിലാണ് നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഈ കളറൊക്കെ നോക്കിക്കുക, നല്ല അടിപൊളി കളേഴ്സിലാണ്. ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് വേണ്ട. ബോട്ടൊക്കെ നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ബോട്ടമാണ് വന്നിട്ടുള്ളത്. ആകെ ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലുള്ള അടിപൊളി ടോപ്പ്. എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ നമ്മൾ മുതൽ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല അടിപൊളി പ്രിന്റിൽ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഫാബ്രിക്കിലും കൂടിയിട്ടാണ്. അപ്പം നീ ലെങ്ത് ടോപ്പാണ്, സൈസ് ലാർജ് ആണ് നമുക്ക് പ്രൊഡക്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. കണ്ടാ ഇതിൽ നോക്കി നോക്കിയാണ്ട ചെറുതായിട്ട് ആ ഒരു സിൽവർ ത്രെഡ് ഒക്കെ ഉള്ളിൽ പോയിട്ടുള്ള ഒരു ചെറിയ ഷൈനി ടൈപ്പ് ആയിട്ടുള്ള ഒരു മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. സ്ലീവ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ച് ഉണ്ട്. എൻഡിലേക്ക് ഇങ്ങനെ ഇലാസ്റ്റിക് വന്നിട്ടുണ്ട്. പിന്നെ നോർമലി ഇങ്ങനെ ഹൈനെക്കിൽ ഫ്രണ്ടിൽ 1-2 ബട്ടൺ ഓപ്പൺ ചെയ്യുക, ബാക്കിയെല്ലാം സ്റ്റിച്ചഡ് ആണ്. ഇന്നർ ആണെങ്കിൽ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് പ്രൊഡക്റ്റിന് വന്നിട്ടുള്ളത്. എന്താ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ സ്റ്റെപ്പ് കട്ട്, ബാക്കിലും മഞ്ഞില്ല. നല്ല നല്ല പ്രിന്റ് നമുക്ക് പ്രൊഡക്റ്റിന് അവൈലബിൾ ആയിട്ടുണ്ട്. സൈസ് ആണെങ്കിൽ ലാർജ് ആണ്. ലെങ്ത് ഏകദേശം ഒരു 34 ഇഞ്ചാണ് പ്രൊഡക്റ്റിന് വന്നിട്ടുള്ളത്. എനിക്ക് തന്നെ വെക്കാൻ നേരത്ത് ഈ ഒരു ലെങ്ത് റേഞ്ച് ആണ്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് ആണെങ്കിൽ 595 ഉള്ളൂ. 595 നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിലും കൂടിയിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റിന്റെ പ്രൈസ് റേഞ്ച് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിക്സഡ് പ്രിന്റിലും മിക്സഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ലാർജ് ആണ് സൈസ് നമുക്ക് വന്നിട്ടുള്ളത്. ഇതിന്റെ ബാക്കിൽ വേറെ എക്സ്ട്രാ സൈസും കാര്യങ്ങളൊന്നും ഹൈലൈറ്റ് ചെയ്ത് പ്രൊഡക്റ്റിന്റെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ ഇങ്ങനെ ചെറിയൊരു സ്ട്രൈപ്പ് പോലത്തെ ഒരു പ്രിന്റ് ആണ് കേട്ടോ. ഏകദേശം കാണുമ്പോഴത്തേനും മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നീ ലെങ്ത് ടച്ചിലുള്ള പ്രൊഡക്റ്റും ആണ്. നല്ലൊരു മെറ്റീരിയലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മുടെ അടുത്ത് യൂസ് ചെയ്തവരൊക്കെ നല്ല റിവ്യൂ തന്നെയാണ് പ്രൊഡക്റ്റിന് നമുക്ക് തന്നിട്ടുള്ളത്. ഇഷ്ടമുള്ള കളർ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കി. ഇതേപോലെ ഡെയിലി വെയർ ഇങ്ങനത്തെ സ്ട്രൈപ്സിലും ചെക്സിലൊക്കെ നമുക്ക് ഒരുപാട് നല്ല എൻക്വയറി വന്നിട്ടുണ്ട്. ഉള്ള കസ്റ്റമേഴ്സ് എടുത്തവർക്കൊക്കെ നല്ല ഹാപ്പി റിവ്യൂ തന്നെയാണ്. അപ്പോൾ ഒരുപാട് ഇതേപോലെ വീണ്ടും നമ്മൾ എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ കൊണ്ടുവരികയും ചെയ്യട്ടെ. ഇഷ്ടമുള്ള കളർ പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയോട്ടെ. നോക്കിക്കേണ്ട ലാസ്റ്റ് കളറാണ്. എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള പ്രിന്റിലും മെറ്റീരിയലും കൂടിയിട്ട് തന്നെ കേട്ടോ.